ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. കാത്തിരിപ്പിനൊടുവിൽ നിലമ്പൂർ റെയിൽവേ അടിപ്പാത ഗതാഗതത്തിനായി തുറന്നു. പതിറ്റാണ്ടുകൾ നീണ്ട നിലമ്പൂരിന്റെ സ്വപ്നം സഫലമായി. അടിപ്പാതയുടെ അറ്റകുറ്റപ്പണികൾ ബാക്കി നിൽക്കെ യാത്രക്കാരുടെ ദുരിതം അവസാനിപ്പിക്കാൻ റെയിൽവേ ADRMന്റെ നേതൃത്വത്തിൽ അടിപ്പാത തുറന്നുകൊടുക്കുകയായിരുന്നു. ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രമുള്ള നിലമ്പൂർ റെയിൽവേ വികസന വഴിയിൽ കുതിക്കുകയാണ്. ഏറെക്കാലം 4 സർവീസുകൾ മാത്രമുണ്ടായിരുന്ന നിലമ്പൂർ പാതയിൽ ഇപ്പോൾ മെമു ഉൾപ്പെടെ 16 സർവീസുകളുണ്ട്. റെയിൽവേ സ്റ്റേഷന് സമീപം നിലമ്പൂർ പൂക്കോട്ടുംപാടം മലയോര ഹൈവേ മുറിച്ചു കടന്നാണ് ഇത്രയും കാലം ട്രെയിൻ സർവീസ് നടത്തിയിരുന്നത്. മാത്രമല്ല, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എഞ്ചിൻ മാറ്റാനും റോഡ് മുറിച്ചു കടക്കുന്നത് നിലമ്പൂർ പൂക്കോട്ടുംപാടം പാതയിലെ നിരവധി യാത്രക്കാരെയാണ് ബുദ്ധിമുട്ടിലാക്കിയിരുന്നത്. ആംബുലൻസുകൾ, സ്കൂൾ വാഹനങ്ങൾ, ബസ്സുകൾ ഉൾപ്പെടെ റെയിൽവേ ഗേറ്റിൽ ഇരുഭാഗത്തും കുടുങ്ങിക്കിടക്കുന്നത് പലപ്പോഴും ദുരിതത്തിനിടയാക്കാറുണ്ട്. ഇതിന് പരിഹാരമായാണ് റെയിൽവേ ട്രാക്കിന് താഴെ റോഡ് നിർമ്മിച്ചത്. 12 കോടി രൂപ ചെലവിലാണ് അടിപ്പാത നിർമ്മാണം പൂർത്തീകരിച്ചത്. പകുതി വീതം തുക റെയിൽവേയും സംസ്ഥാന സർക്കാരുമാണ് പദ്ധതിക്ക് തുക അനുവദിച്ചത്. 8 മീറ്റർ വീതിയിൽ റോഡും 1 മീറ്റർ വീതിയിൽ നടപ്പാതയും അടിപ്പാതയിലുണ്ട്. ഏറെക്കാലത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ കഴിഞ്ഞ വർഷം ഏപ്രിൽ നിലമ്പൂർ പൂക്കോട്ടുംപാടം റോഡ് അടച്ച് പ്രവൃത്തി തുടങ്ങി. 6 മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന നിർമ്മാണം 1.5 വർഷത്തോളം നീണ്ടത് യാത്രക്കാരെ ഏറെ വലച്ചിരുന്നു. ഇടുങ്ങിയ ഗ്രാമീണ പാതയിലൂടെയാണ് ബസ്സുകളും ലോറികളും ഉൾപ്പെടെ സഞ്ചരിച്ചിരുന്നത്. KSRTC ഉൾപ്പെടെയുള്ളവ കരുളായി വഴി ഏറെ ചുറ്റിക്കറങ്ങിയാണ് സർവീസ് നടത്തിയിരുന്നത്. അടിപ്പാത ഗതാഗതത്തിനായി തുറന്നതോടെ നാട്ടുകാർക്കും യാത്രക്കാർക്കും ആശ്വാസമായി. അതേസമയം അടിപ്പാതയുടെ അറ്റകുറ്റപ്പണികൾ തുടരുകയാണ്. ഇരുഭാഗത്തും പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തുൾപ്പെടെ പ്രവൃത്തി അന്തിമഘട്ടത്തിലാണ്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.